വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്കക്കുരുവും ചക്കപ്പൂതനും വെച്ചിട്ട് ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചക്കപ്പൂതലിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരുവും ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ് വെള്ളം, കല്ലുപ്പ് കലക്കിയ വെള്ളമാണ്. ചക്കപ്പൂതലിനും ചക്കക്കുരുവിനും ഒരേ വേവായതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി അടച്ചിട്ട് വേവിക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഒന്ന് തുറന്നിട്ട് ഇനി തീ കുറച്ച് വെക്കാം. ചക്കപ്പൂതൽ വേകുമ്പോഴേക്ക് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണ് ജീരകം, കറിവേപ്പില, 2-3 പച്ചമുളക് ഇവ ഒന്ന് ഒതുക്കിയിട്ടെടുക്കാം. കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരു 5 മിനിറ്റ് മുമ്പേ ചതച്ചിട്ടാൽ വളരെ നല്ലതാണ്. ചതച്ചിടാത്തത് കൊണ്ട് ഞാനൊരു 2 മിനിറ്റ് അടച്ച് വേവിക്കുന്നുണ്ട്. തീ കുറച്ചിട്ടാണ് ഉള്ളത്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നിട്ട് നമുക്ക് പുളിക്ക് ഞാൻ അധികം പുളിയില്ലാതെ തൈരാണ് ഉടച്ചിട്ടെടുത്തിന്. മോരായാലും മതി, മാങ്ങയായാലും മതി. മാങ്ങയാകുമ്പം ചക്കപ്പൂതലിട്ടിട്ട് കുറച്ച് കൈയും വിട്ട് കൊടുത്താൽ മതി. ഞാൻ മോരൊഴിച്ചിട്ട് ചെറുതായിട്ട് തിളച്ചു. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ചക്കപ്പൂതൽ അവിയൽ റെഡിയായി. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നാളെ ഒരു നല്ല ചക്കേൻ്റെ വിഭവമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.